ഇദ്ദേഹം കുട്ടിയെ തെരയുന്ന സമയത്ത്, അതായത് കാണാനില്ല എന്ന് കുട്ടിയെ പറയപ്പെടുന്ന ആ സമയത്ത് തെരച്ചിലിനൊക്കെ പോലീസുകാരോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത് ആ സമയത്ത്? ശരിക്കും സംഭവിച്ചത് കൊച്ചിൻ്റെ അച്ഛൻ എണീറ്റ് നമ്മൾ മുമ്പ് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ കൊച്ചിൻ്റെ അച്ഛനോട് ഞാനും ചോദിക്കുകയായിരുന്നു, നിങ്ങൾ ഒരുമിച്ച് കിടന്നപ്പോൾ എടുത്ത് കൊച്ചിനെ കൊണ്ടുപോയപ്പോൾ അറിഞ്ഞില്ല എന്ന് കേട്ടപ്പോൾ പറഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയി, എൻ്റെ ഭാര്യ വെളിയിലോട്ട് പോയതാണ് എന്ന് പറയാം. രണ്ട് കൊച്ചുങ്ങളടുത്ത് കിടന്ന് രണ്ടൊരു ഒരു കട്ടിൽ കിടന്നതാണ് പറഞ്ഞത്. പിന്നീടാണ് തിരിച്ച് പറഞ്ഞത് കൊച്ച് അമ്മൂമ്മ തള്ളയെടുത്ത് കിടക്കുകയും ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. രണ്ട് രീതിയിലാണ് സംസാരമായത്. പോലീസുകാർ കൊണ്ടുപോയതിന് ശേഷമാണ് ഈ പിന്നെ അമ്മൂമ്മ തള്ളയെടുത്ത് കിടക്കണമെന്ന് പറഞ്ഞത്. ആദ്യം അച്ഛൻ പറഞ്ഞത് രണ്ട് മക്കൾ അവിടെ ഉണ്ടായിരുന്നു, അവർ രണ്ടും എടുത്തുണ്ടായിരുന്നു പറഞ്ഞു. ഈ കിണറിൻ്റെ ആ ഭാഗത്തേക്ക് എപ്പോഴാണ് അവിടെ വിട്ട് കുട്ടി പോയിട്ടുണ്ട്? അങ്ങനെ അത്തരത്തിലുള്ള സംശയങ്ങൾ തോന്നുന്നത്? ആ ഭാഗത്തേക്ക് പോകില്ല. അടുക്കള ഭാഗത്തേക്ക് പോകുന്ന പടിക്കെട്ടും കാര്യങ്ങളുള്ളതാണ്. അവിടെ നിന്ന് ഒരു കാരണവശാലും പോകില്ല. ഇഴഞ്ഞു കൊച്ചുങ്ങളായിരുന്നാലും പോകില്ല, ആരും പോകില്ല. അതുപോലെ രണ്ടരയോളം പൊക്കത്തിനുള്ളതാണ് കിണറ്റിനകത്ത് പോകണമെന്നുള്ള സൗകര്യം. അങ്ങനെ പോകില്ല. ഈ കുട്ടിയെ ഈ കിണറിൽ നിന്ന് എടുക്കുന്ന സമയത്തൊക്കെ ശ്രീധുവിൻ്റെ ഒരു മനോഭാവം എന്തായിരുന്നു? ഒരു മനോഭാവമില്ല. ഒരു ചഞ്ചലപ്പം എന്ന് പറഞ്ഞാൽ ഒരു ശകലം പോലില്ല. ഈ ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോയിട്ട് പോലും മനസ്സിനകത്തൊരു കട്ടിയില്ല. വേറെ ഒന്നും ചെയ്യാത്ത ഒരു കുട്ടിയെ പോലെയാണ് വളരുന്നത്. സാധാരണ നമ്മുടെ സ്വന്തം കുഞ്ഞാണെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു കരച്ചിലോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലൊരു ചെറിയ പ്രയാസം പോലെയുള്ള വിളിയുണ്ടായിരുന്നു. അല്ല, അവക്കില്ല. ആ പയ്യനും അതുപോലെ തന്നെ ഒരു വിഷയമല്ലായിരുന്നു കൊണ്ടുപോയപ്പോൾ. അമ്മൂമ്മ മാത്രം മക്കളെ പറഞ്ഞുള്ള വിളി മാത്രമേ ഉണ്ടായിരുന്നു, അല്ലാതില്ല. അപ്പോൾ ഈ സംഭവത്തിൽ യാഥാർത്ഥ്യം പറയാനുണ്ടെങ്കിൽ ഇവനെ ഇപ്പം മുന്നിലുള്ള നടന്നിട്ടുള്ള സംഭവം അല്ല. ഒറ്റ കിടക്കില്ല ഒരു കാരണം വെച്ചിരുന്നാൽ. ഇവനെ ഭ്രാന്തനാക്കണമെങ്കിൽ തന്നെ അങ്ങനെ ആവില്ല. എന്നിട്ട് നമ്മൾ പോയ സമയത്തെല്ലാം സംസാരിച്ചപ്പോഴൊന്നും കുഴപ്പമില്ല. എനിക്ക് നമ്മുടെയൊക്കെ തിരിച്ചെന്തെങ്കിലും അങ്ങോട്ട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. അത് അറിഞ്ഞില്ല എന്നുള്ള വാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഹരി കിടന്ന കട്ടിലിന് തീ പിടിച്ചതായിട്ട് പറയുന്നുണ്ട്. കട്ടിലല്ല, തറയിൽ തീ കടത്തിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചാടി എണീറ്റ് വെള്ളം കൊണ്ടുപോയി നമ്മൾ ചോദിക്കുകയും ചെയ്തു. ഞാൻ തന്നെ ചോദിച്ചു, ഇന്നലെ കമ്പ്യൂട്ടർ വന്നിട്ട് വിളിക്കുന്നതിന് മുമ്പിട്ട് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കാൻ കിട്ടി. അവരോട് ചോദിച്ചു, അവന് അതിന് മറുപടിയില്ല. ഈ ചോദിച്ച സമയത്ത് നമ്മുടെ കൂട്ടത്ത് വളരെ ASI നമ്മുടെ കൂട്ടത്ത് പോയിട്ടുണ്ട്. NSI വെളിയിൽ നിൽക്കുകയാണ് ഇതെല്ലാ സമയങ്ങളിലും. ഇതിനെല്ലാത്തിനും കാരണം ആരാണെന്ന് പറഞ്ഞാൽ അതൊന്നും നല്ലതാണ്. ഈ പ്രദേശത്തുള്ളവരും ശ്രീധു അറിയാതെ ഇതിലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ വ്യക്തമാക്കുകയാണ്. തന്നെയല്ല, നമ്മൾ ഇന്നലെ കണ്ട ഒരു വൈകാരികമായ കാഴ്ച ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതിനു ശേഷം ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടു പോകുന്ന സമയത്ത് ഇവിടെ കണ്ടു നിന്ന കുറേ സ്ത്രീകളുണ്ടായിരുന്നു. അവരൊക്കെ വളരെ വലിയ രീതിയിൽ വികാരഭരിതമായി കരയുകയും മോളെ എന്ന് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല മോളായിരുന്നു, ഞങ്ങളെ ചിരിച്ചു കാണിക്കുകയും ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരികയും ഒക്കെ ചെയ്യുന്ന മോള, ഇനി അവൾ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അയൽവക്കത്തുള്ള ആൾക്കാർ പോലും കണ്ണീർ പൊഴിക്കുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. പക്ഷേ ഇന്നിപ്പോൾ തെരച്ചിലിന്, കുട്ടിയെ കാണാൻ വേണ്ടിയുള്ള തെരച്ചിലിൽ ഒപ്പം ഉണ്ടായിരുന്ന ആ ചേട്ടൻ പറയുന്നത്, ആ കുഞ്ഞ് കിണറ്റിലുണ്ടോ എന്ന് നോക്കുമ്പോൾ പോലും ശ്രീധുവിന് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. എന്തിന്, ആ കുഞ്ഞിനെ മരിച്ച നിലയിൽ കിണറിൽ നിന്ന് എടുക്കുമ്പോൾ പോലും ശ്രീധു കരയുകയോ നിലവിളിക്കുകയോ അത്തരത്തിലുള്ള ഒരു സങ്കടവും ശ്രീധുവിൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല എന്നായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പോലും പറയുന്നത്. ആകെ ഒന്ന് വിഷമിച്ചത് ആ അമ്മൂമ്മ മാത്രമാണ്.